ദിസ് ഇസ് ജയ്. നമ്മുടെ നാസിർക്കയും കുഞ്ഞൻ പാണ്ടിക്കാട് വ്ലോഗർ എന്ന യൂട്യൂബറും ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കണമെന്ന രീതിയിൽ ഒരു ലക്കി ഡ്രോ നടത്തി. അതും നിയമപരമല്ലാത്തത്. 1500ഓളം രൂപ വിലയുള്ള 8300 ടിക്കറ്റ് എന്ന കണക്കിന് 1,20,00,000 രൂപയ്ക്ക് മേലെ പിരിച്ചെടുത്ത് ലക്കി ഡ്രോയിൽ വമ്പൻ ഉടായ്പകളായിരുന്നു. ഈ ലക്കി ഡ്രോ പ്രൊമോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബർ ആയിട്ടുള്ള KL ബ്രോ മുതൽ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട്. ഈ നറുക്കെടുപ്പിനെ കുറിച്ച് കുഞ്ഞൻ പാണ്ടിക്കാടിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന നറുക്കെടുപ്പാണ്. നല്ല പരമസുഖമാണ്. ഏർമെന്ന കൂട്ടാണ്ട് ഇപ്പൊ റോക്കറ്റ് ഒക്കെ എത്തിക്കും. ആദ്യം ഏറില്ല, ഇപ്പൊ റോക്കറ്റാണ്. ജീവിതത്തിലൊരു സന്ദർഭം അധികം തോന്നില്ല. നമ്മളെ എട്ട് കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ആണ് കിട്ടുന്നത്. അത് നല്ല ഒരു 1.5 കിട്ടാനാണ് കിട്ടിയത്. പേടിച്ചാൽ പോലെ നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷേ നമുക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. ഏത് ബൈക്ക് വേണമെങ്കിൽ നമ്മൾ റെഡിയാണ്. ഒരു തെറ്റും നമ്മൾ നിങ്ങളുടെ 8 വർഷത്തെ അനുഭവത്തിൽ ഇത് ആദ്യ അനുഭവമാണെന്ന് പറയുമ്പോൾ 2 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലുള്ള സമാനമായ തട്ടിപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന തെളിവുകളുമായി പലരും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇനി നടന്ന ആ ഉടായ്പ് ലക്കി ഡ്രോ നമുക്കൊന്ന് കണ്ടാലോ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ സാഹസികമായി നമ്മുടെ കുഞ്ഞാനിക്ക ആ കൂപ്പണുകളുടെ ഇടയിലൂടെ മുങ്ങിത്തപ്പി 1 സമ്മാനക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു. ഏതോ ഒരു വയനാട്ടുകാരനായ ഒരു മുഹമ്മദ് ഷാഫി. ഇങ്ങനെയായിരുന്നു അവർ എല്ലാവരോടും പറഞ്ഞത്. അവർക്ക് ഈ മുഹമ്മദ് ഷാഫി അറിയില്ല എന്ന രീതിയിൽ. പക്ഷെ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് അവിടെ ആ വെള്ള ഷർട്ടും ഇട്ട് നിന്ന നമ്മുടെ നാസിർ കെയുടെ മകന്റെ കൂട്ടുകാരനാണ് 1 സമ്മാനം വീട് കരസ്ഥമാക്കിയ ഈ മുഹമ്മദ് ഷാഫി എന്ന്. നമ്മുടെ കുഞ്ഞാനിക്ക ആ പെട്ടിയുടെ അടിയിൽ നേരത്തെ പ്ലാനിംഗ് പ്രകാരം ഒട്ടിച്ചു വെച്ചിരുന്ന ആ കൂപ്പൺ എടുത്തു എന്നതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്ന പരമമായ സത്യം. അങ്ങനെയാണെങ്കിൽ 1 സമ്മാനം തന്നെ 1ാമത്തെ ഉടായ്പായി മാറി. അങ്ങനെ 2ാം സമ്മാനക്കാരനെയും കണ്ടെത്തിയിരിക്കുന്നു. ജിമിനിയാണ് 2ാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ജാസിർ ബാംഗ്ലൂരാണ്. ഈ ജാസിർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇവരുടെ തന്നെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണെന്നാണ്. കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ നാസിർക്ക പറയുന്നു കുട്ടികൾക്ക് എത്തില്ല എന്ന്. അതെന്താ ഇക്ക, കുട്ടികൾക്ക് എത്താത്തതാണോ അതോ നിങ്ങളുടെ പ്ലാനിങ് നടക്കില്ല എന്ന് കരുതിയാണോ? പിന്നെ നമ്മുടെ കുഞ്ഞാനിക്ക പറയുന്നുണ്ട് ആശിക്ക് ക്യാമറ നേരെ പിടിച്ചോ അല്ലെങ്കിൽ നാട്ടുകാർ നാളെ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അപ്പൊ കുഞ്ഞാനിക്കയ്ക്ക് തന്നെ അറിയാം നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഈ ഉടായ്പ കാണിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ദൈവം ചില സമയങ്ങളിൽ സത്യം വിളിച്ച് പറയിപ്പിക്കാറുണ്ട്. ആരാണ് ബുള്ളറ്റ്? എന്താണ് മസൂദ്? ഈ നമ്പർ കടിച്ചോ കാണി. സ്ഥലമല്ലേ മൂന്നാം സമ്മാനം ബുള്ളറ്റാണ്. ആർക്കാ? മഷൂദിനാണ്. ആരാ മഷൂദ്? അപ്പോൾ തൊട്ടുപുറകിൽ നിന്നൊരു പൊട്ടൻ ഞാനാണ് മഷൂദ് എന്ന്. എന്താ അവരുടെ എല്ലാം ഒരു പ്ലാനിങ്, ആക്ടിങ് ആണെന്ന് ആരും പറയില്ല. 3ാം സമ്മാനം അടിച്ച ഒരാളുടെ മുഖത്ത് ആ സമ്മാനം കിട്ടിയതിന്റെ എന്തെങ്കിലും ഒരു അതിശയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാരണം നമുക്കായാലും ഒരു സമ്മാനം അടിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം അവന് തന്നെ അറിയാം 3ാം സമ്മാനം അവന് തന്നെ അടിക്കുമെന്ന്. സോ ഇതെല്ലാം ഒരു പ്ലാനിങ് ആണെന്ന് ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇനിയുമുണ്ട് ഇതുപോലെ കുറേ ഉടായ്പ സമ്മാനങ്ങൾ. 1ാം സമ്മാനം വീട്, 2ാം സമ്മാനം ജിമിനി വണ്ടി, 3ാം സമ്മാനം ബുള്ളറ്റ്, 4ാം സമ്മാനം ആക്റ്റീവ, 5 പേർക്ക് ഗോൾഡ് കോയിൻ, അങ്ങനെ പോകുന്നു സമ്മാനങ്ങൾ. പക്ഷേ 8300 പേർ ലക്കി കൂപ്പൺ എടുത്തപ്പോൾ മൊത്തം സമ്മാനം അടിച്ചത് നമ്മുടെ നാസിർക്കയുടെയും കുഞ്ഞാനിക്കയുടെയും പരിചയക്കാർക്ക് മാത്രമാണ്. പവനായി ശവമായി കൂപ്പൺ എടുത്തവർ ഇപ്പോൾ നിയമപരമായി നടപടിക്ക് ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു. അതിന് നടക്കണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അത് എടുക്കാൻ പാടില്ലായി. അതാണ് നമ്മൾ ഈ കൊടുക്കുക. നമ്മൾ ഒരു ഗസ്റ്റ് ആയി കണ്ടാണ് ഒരു ഇതാക്കിയത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ തന്നെ എടുക്കണം പറഞ്ഞു. ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം പറഞ്ഞു. ആ ഒരു ലെവലാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് ഇനി മേലെ എടുത്ത് കഴിഞ്ഞാൽ എന്താ കാര്യം പ്രശ്നം ഉണ്ടാക്കാം. ആദ്യം സെറ്റപ്പാണ്. അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാൽ ഞാൻ 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞു. പറയാനുള്ളത്, ഒന്ന്, നിങ്ങൾ ടിക്കറ്റ് എടുത്തതല്ല കുഞ്ഞാനിക്ക തെറ്റ്. നിങ്ങൾ ഈ ഉടായ്പ ലക്കി ഡ്രോ നടത്തിയ ആളുകളെ പറ്റിച്ചതാണ് തെറ്റ്. 2, കുഞ്ഞാനിക്ക ആ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് നിങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കിയ പ്ലാനിംഗ് പ്രകാരമാണ് തുണ്ടുകൾ എടുത്തതെന്ന്. 3,
KL ബ്രോ, കുഞ്ഞാൻ പാണ്ടിക്കാട് എക്സെട്ര പോലുള്ള യൂട്യൂബേഴ്സാണ് ഈ ലക്കി ഡ്രോ പ്രൊമോട്ട് ചെയ്തത്. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സാണ്. നിങ്ങൾക്ക് മാസം ലക്ഷക്കണക്കിന് റവന്യൂ ആണ് യൂട്യൂബേഴ്സ് തരുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ ഉഡായിപ്പിൻ്റെ പുറകെ പോകുന്നത്? നാലാമതായി പറയാനുള്ളത് ലക്കി ഡ്രോ കൂപ്പൺ എടുത്തവരോടാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഉഡായിപ്പുകളും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. എന്നിട്ടും എന്തിനാണ് ഇവന്മാരുടെ എല്ലാം വലയിൽ നിങ്ങൾ പോയി വീഴുന്നത്? അഞ്ചാമതായി പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവരോടാണ്. നിങ്ങളാണ് ഇവരെ പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. പകരം എന്നെപ്പോലുള്ള ഒരുപാട് സാധാരണക്കാരുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുകയോ ലൈക്ക് ചെയ്യുകയോ ചാനൽ ഫോളോ ചെയ്യുകയോ ചെയ്യാറില്ല. സോ നിങ്ങൾ തന്നെയാണ് ഇവന്മാരെ പോലുള്ള ഉഡായിപ്പുകളെ വളർത്തുന്നത്.